അപ്പോൾ എല്ലാവർക്കും ഹായ്. നമുക്കിന്നൊരു നൂഡിൽസ് ഉണ്ടാക്കിയാലോ? ഇപ്പിയോ മാഗിയോ ഒന്നും ഉപയോഗിച്ചല്ല നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുന്നത് എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. നമ്മളതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത്. നന്നായി തിളച്ച വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യം സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. ചൂടുവെള്ളം ഒഴിച്ചാൽ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം എടുത്ത് കുഴച്ചത്. കുറച്ച് ചൂട് കുറഞ്ഞപ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിനെ. മൈദ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തൂവിയിട്ട് നമുക്കിതാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി നമുക്ക് റെസ്റ്റ് എടുക്കാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് അടുപ്പിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ഇനി നമ്മൾ ഇടിയപ്പ പാത്രത്തിലേക്ക് മാവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളത്തിലേക്ക് അത് പീച്ചുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം വേകണം. നമ്മളിതൊരു 5 മിനിറ്റ് തിളയ്ക്കാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളമില്ലാതെ നമുക്ക് കോരിയെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുത്ത മാവെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നിങ്ങൾ ചീനിച്ചട്ടിയോ പാനോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിനി ഇതിലിടുന്ന വെജിറ്റബിൾസിനനുസരിച്ചാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ നമ്മുടെ മാവിൽ ഉപ്പിട്ടിട്ടാണ് അത് കുഴച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി. ഇനി ഒരു നുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറ്റിയെടുക്കണം. നമുക്ക് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്നും വഴന്ന് വരണ്ട. ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്താൽ മതി. ഇനി നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മീറ്റോ വേറെ പച്ചക്കറികളോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മൾ ഇതിൽ മുട്ട മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് നൂഡിൽസിൻ്റെ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി അധികം പണിയൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പാക്കറ്റ് നൂഡിൽസ് ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ റാഗിയോ ഉപയോഗിക്കാം. ഇതുവരെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.